ജോൺ ജബരാജ് എഴുന്നേൽക്കുമോ? ജോൺ ജബരാജ് ഇന്ന് ഒരു വ്യക്തിയല്ല. മുറിവേൽക്കപ്പെട്ട് പല കഷണങ്ങളായി തകർക്കപ്പെട്ട പാത്രങ്ങളായി അവശേഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു മുറിവേറ്റ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ജോൺ ജബരാജ്. ഒരിക്കലും എഴുന്നേൽക്കുവാൻ പറ്റാത്ത കുഴി ക്രിസ്തീയതയിൽ ഉണ്ടോ? ലോകം അസാധ്യമെന്ന് പറയുന്നു, ബുദ്ധി അസാധ്യമെന്ന് പറയുന്നു. എന്നെ വെളിച്ചത്തിലേക്ക് ആര് വഴി നടത്തും, സത്യത്തിലേക്കും ജീവനിലേക്കും ആര് വഴി നടത്തുമെന്ന് കാലഘട്ടങ്ങളിലൂടെ മുറവിളിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ കുഴി കരയിൽ വന്നിരുന്ന് സാരോപദേശം പറഞ്ഞ് കുറച്ച് പുസ്തകങ്ങൾ എറിഞ്ഞിട്ട് പോയ ഒരു ദൈവിക അനുഭവമല്ല ക്രിസ്ത്യാനിറ്റിയിലൂടെ യേശു കൊടുക്കുന്നത്. ഏത് ആഴമുള്ള കുഴിയിൽ ആർക്കും കരകയറ്റുവാൻ പറ്റാതെ വണ്ണം അധപ്പതിക്കപ്പെട്ട് തള്ളപ്പെട്ട് തഴയപ്പെട്ട് നിരാകരിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് ഇരുന്ന ഒരുവന്റെ കുഴിയുടെ അകത്തിറങ്ങി വന്നവന് കരം പിടിച്ചു കൊടുത്ത് നിനക്ക് ഇനിയും ബഹുദൂരം യാത്രയുണ്ട് എന്ന സന്ദേശം കൊടുത്ത് ആഹാബിന്റെ അഗ്നിരഥങ്ങളെക്കാളും അശ്വങ്ങളെക്കാളും ദൂരമോടുവാൻ കരുത്തും ഊർജവും ഉന്മേഷവും ആത്മാവിന് കൊടുത്ത് നഷ്ടപ്പെട്ട ചിറകുകളുടെ തൂവലുകളെ വീണ്ടും പുതുക്കിപ്പിച്ച് ഏത് മേഖലകളിലൂടെ താൻ ഉഴറി പറന്നു നടന്നോ അതിന്റെ മുകളിലൂടെ അതിജീവിച്ച് പറക്കത്തക്കവണ്ണമുള്ള പ്രാപ്തി കൊടുക്കുന്ന മാർഗമാണ് ക്രൈസ്തവ മാർഗം. അത് വെറും ഒരു അക്ഷരത്തിലല്ല, അനുഭവേദ്യമാകുന്ന ഒരുവന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും ജയവും നിത്യസ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിയും. ഇവിടെ ജോൺ ജബരാജിന്റെ ഭാര്യ ആരോപിക്കുന്ന ഒരു കുറ്റം, അമ്മായിയപ്പൻ ആരോപിക്കുന്ന ഒരു കുറ്റം, അസിസ്റ്റന്റ് ആരോപിക്കുന്ന ഒരു കുറ്റം. ഇന്ന് മാധ്യമങ്ങളിലൂടെ പലരും കൊട്ടിഘോഷിക്കുന്ന വിവിധ മനോഭാവ അഭിപ്രായങ്ങളുടെ കുറ്റങ്ങൾ, ഇതെല്ലാം ചിലപ്പോൾ ശരിയായിരിക്കാം, അല്ല ഇതെല്ലാം ഉള്ളി പൊളിക്കുന്നത് പോലെ വസ്തുത രഹിതമായിരിക്കാം. ബൈബിളിൽ ദൈവോന്മുഖമായ ഒരുവന് കഷ്ടത വരുന്നു, പൈശാചികമായി വരുന്നു, സ്വയനിർമ്മിതമായി വരുന്നു. ഏതും കഷ്ടത തന്നെയാണ്. സ്വയനിർമ്മിതമായി വരുന്നതിന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവന് ചില പരിഹാരമാർഗങ്ങൾ ഈ ലോക നിയമങ്ങളിലൂടെ അനുസരിച്ചും കടന്നു ചെന്ന് തന്നെ ആകണം. ദൈവോന്മുഖമായി വന്നതും പൈശാചികമായി വന്നതൊക്കെ ആ ബൈബിൾ ഭാഷയിൽ അതിജീവന ശക്തിയും വിശ്വാസത്തോട് വീര്യത്തോട് സഹിഷ്ണുതയും സിദ്ധതയും ഇങ്ങനെയുള്ള പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ കഷ്ടത ഒരുവന് പൊന്നാക്കുന്നു. കഷ്ടത ആരെയാണ് പൊന്നാക്കുന്നത്? കഷ്ടതയിലൂടെ ഒരുവൻ കടക്കുമ്പോൾ, സ്വയനിർമ്മിതമായിരുന്നാലും ദൈവോന്മുഖമായിരുന്നാലും ഈ നെഗറ്റീവ് സ്പിരിറ്റിലൂടെ ആയിരുന്നാലും അതിന്റെ ബ്രാക്കറ്റ് പീരീഡിലൂടെ കടക്കുമ്പോൾ മുറുമുറുത്തും പരിഭവം പറഞ്ഞും പകയോടും ഇരുന്നുമല്ല, അതിന്റെ ഇടയിൽ ദൈവോന്മുഖമായി ദൈവമനസ്സോടുകൂടെ പുറത്തു വരുന്നവൻ പൊന്നായി പുറത്തു വരും, അല്ലാത്തവൻ കരിക്കട്ടയായി തന്നെ പുറത്തു വരും. ഇവിടെ ജോൺ ജബരാജിന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ശരിയോ തെറ്റോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ബൈബിൾ പഠിപ്പിക്കുന്നു ഏതു മനുഷ്യനെയും തികഞ്ഞവനാക്കി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കുന്നത്. ഇനി ജോൺ ജബരാജ് എഴുന്നേൽക്കത്തില്ല, ഇനി പണ്ടത്തെ പോലൊരു നല്ല കാലം ഉണ്ടാകത്തില്ല. ജനങ്ങൾ ആ കണ്ണിലൂടെ കാണും, അസാധ്യം, ഫുൾ സ്റ്റോപ്പ് ഇടപെട്ടു, തീർന്നു എന്ന നിലയിൽ പുറത്തുനിന്നല്ല അകത്തുനിന്ന് അനേക ആത്മീക ആചാര്യന്മാർ വിധി എഴുതി വച്ചിരിക്കുകയാണ്. യേശുവിന്റെ കല്ലറയിൽ മുദ്ര കൊണ്ടുവച്ചു. ഇനി അവൻ പുറത്തു വരില്ല, ഇനി പുറത്തു വരില്ല. കാവൽ പടയാളികളെ നിർത്തി ഇനി പുറത്തു വരില്ല.
പക്ഷേ ആ കല്ലറ തുറക്കപ്പെട്ടു. പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെട്ട് കടന്നു വരപ്പെട്ടു. യേശുവിന്റെ ജീവിതവുമായി സാമ്യപ്പെടുത്തി ഈ ശരിയോ തെറ്റോ ആരോപണ വിധേയനാകപ്പെട്ട ജോൺ ജബരാജിനും ഇതേ സമാനമായ അനുഭവത്തിൽ ഇന്നലകളിലും ഇന്നും മുറിവേൽക്കപ്പെട്ട പാതകളിലൂടെ കടന്നു പോകുന്നവർക്കും യേശുവിന്റെ മാതൃക, യേശുവിന്റെ യാത്രയോട് സാമ്യപ്പെടുത്തി ഞാൻ പറയട്ടെ. ഇതിനു മുമ്പേ ഇതിന് സമാനവുമായ വിഷയങ്ങളിലൂടെ യേശു കടന്നു വരപ്പെട്ടു. ഇളം പ്രായത്തിൽ യേശുവിന്റെ ജനനം ഒരു പടയാളിയുടെ ജനനമായിരുന്നു, പിഴച്ചുപെട്ട ജനനമായിരുന്നു എന്നുള്ള അപവാദം യേശു കേൾക്കേണ്ടി ചരിത്രം പറയുന്നു. ഇളം പ്രായത്തിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭാരം യേശുവിനുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ ഒറ്റിക്കൊടുത്തു. യൂദ അവസാനം വരെ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞവൻ തള്ളിപ്പറഞ്ഞു. ഗത്സമനയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, പല ദൈവാസന്മാർ പറഞ്ഞു, ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. രക്തം വരേണ്ട സ്ഥാനത്ത് വിയർപ്പ് തുള്ളികൾ പോലെ താങ്ങാൻ പറ്റാത്ത പ്രഷർ കടന്നു വന്ന ആ സാഹചര്യം പറയുമ്പോൾ എളുപ്പമാണ്. ആ തിങ്കളും ചൊവ്വയും ആ പകലും രാത്രിയും ഓരോ മിനിറ്റ് സൂചിയുടെ ഇടയിലൂടെ, ഓരോ ശ്വാസമെടുപ്പിന്റെ ഇടയിലൂടെയുള്ള യാത്ര കഷ്ടമാണ്, ദുസ്സഹമാണ്. പരിചയമുള്ളവർ ഇതിനെ വിലയിരുത്തട്ടെ. മുൾക്കിരീടം വച്ചു, ഗുലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തപ്പെട്ടു. എത്രയോ പേർ അവന്റെ കരത്തിലൂടെ വിടുവിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. തുപ്പി, കാർക്കിച്ച് തുപ്പി. ചോദ്യം ചോദിച്ചു, ഇറങ്ങി വേടാ, ഇനി നീ ഇറങ്ങി വാ, ഇനി നീ നിനക്ക് പണ്ടത്തെ പോലെ ശുശ്രൂഷയുണ്ടോ? ആ യേശു കല്ലറയെ ഭേദിച്ച് ഈ ലോകത്തിൽ അനേക കല്ലറകൾ അടയപ്പെട്ട് കിടക്കുമ്പോൾ അവൻ പുറത്തു വന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ പുറത്തു വന്ന് അനേകരുടെ ഉള്ളങ്ങളിൽ മർത്യമായ ശരീരങ്ങൾ, മർത്യമായ അനുഭവങ്ങളെ ജീവനും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാവാക്കി ഏതൊരു മനുഷ്യനെയും തികയിപ്പിക്കുന്നവനാക്കി തീർക്കുന്ന സന്ദേശവും പ്രായോഗികതയും കൊടുത്ത് ചരിത്രങ്ങളിലൂടെ അന്നും ഇന്നും ജീവന്റെ ജലനദിയായി അത് ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ്. അവൻ ഇറങ്ങി വന്ന ഉടനെ പിലാത്തോസിന്റെ അടുക്കൽ വന്ന്, കണ്ടോടാ ഞാൻ ഇറങ്ങി വന്നു എന്നവൻ വെല്ലുവിളിച്ചില്ല. അവൻ ഇറങ്ങി വന്ന ഉടനെ ഷൈൻ ചെയ്തില്ല. അവന്റെ റൂട്ട് തനിയായിരുന്നു. മുമ്പിലിരുന്ന സന്തോഷം ഓർത്തവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. യേശുവിന്റെ മുമ്പിലിരുന്ന സന്തോഷം വെറും ഒരു പുനരുത്ഥാനമല്ല, പുനരുത്ഥാനത്താൽ പുറത്തുവരപ്പെട്ട മണവാട്ടി സഭയായിരുന്നു. ശരീരത്തിലേക്ക് മുറിവ് ആഴ്ന്നിറങ്ങിയപ്പോൾ, രക്തം വാർന്നൊലിച്ചപ്പോൾ ശരീരത്തിലേക്ക് നോക്കി, മുറിവിലേക്ക് നോക്കി. അയ്യോ, രക്തത്തിലേക്ക് നോക്കി, അയ്യോ എന്നവർ വിളിച്ചില്ല. രക്തത്തിനകത്തേക്ക് നോക്കിയപ്പോൾ ഞാനും നീയുമടങ്ങുന്ന മണവാട്ടി സഭയെ കണ്ടു. ആ സന്തോഷമോർത്തവൻ അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെയാകട്ടെ, ജോൺ ജബരാജ് നിങ്ങൾക്ക് ഇനിയും സാധ്യത ഉണ്ട്. തിരികെ വരാതെ വണ്ണം ആരും അകന്നു പോയിട്ടില്ല. ഉദിക്കാതെ വണ്ണം ആരുടെയും ജീവിതം അസ്തമിക്കപ്പെട്ടിട്ടില്ല. മടങ്ങി വരാതെ വണ്ണം ആരും അകന്നു പോയിട്ടില്ല. ഇനിയും സാധ്യത ഉണ്ട്. ഞാൻ നിങ്ങളെ കുറ്റാരോപിക്കുന്നില്ല. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം എനിക്കറിയില്ല. ഈ അമ്മ പറഞ്ഞ ആരോപണം, പിന്നെ അമ്മാച്ചൻ പറഞ്ഞ ആരോപണം, അസിസ്റ്റന്റ് പറഞ്ഞ ആരോപണം, ഇതിൽ മൂന്നും ശരിയായിരിക്കാം, അല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് ശരിയായിരിക്കാം, അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും ശരിയല്ലായിരിക്കാം. ഏതായിരുന്നാലും താങ്കളുടെ മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണ്. സമൂഹം മറ്റൊരു രീതിയിൽ കാണുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു, ദേമാസിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ലോകത്തെ സ്നേഹിച്ച് പിന്മാറിപ്പോയി. അതെ, പണം കണ്ട് ഇതുവരെ കൂടെ ഇരുന്ന ജോൺ ജബരാജിന്റെ കൂടെ ഇരുന്ന പലരും പണം കണ്ട് പോയില്ലേ. അസിസ്റ്റന്റ് ഇതിന് സമാനമായിരിക്കുമെന്ന് തോന്നുന്നു. ചെമ്പുപണിക്കൻ അലക്സാണ്ടർ വളരെ ദ്രോഹം ചെയ്തു, വളരെ ദ്രോഹം. ആ ഒരു വാക്ക് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ് ഇപ്പോ ഈ യേശുവിനെ കുറിച്ചൊക്കെ പലരും പറയുമ്പോ ഈ മഗ്ദലന മറിയത്തെ കൂട്ടിവെച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യേശു ലാസറിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് ലാസറിന്റെ സഹോദരിയുമായിട്ട് അവിഹിത ബന്ധം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നു ലാസറും യേശുവും തമ്മിൽ ഗേ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്ന ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ
എവിടെയോ നിയമാധികാരികളുടെ മുമ്പിൽ ഹാജരാകുവാൻ പറയുന്നു. എന്റെ അറിവിൽ അത്ര പെട്ടെന്ന് റിമാൻഡില്ലാതെ പുറത്തു വന്നവർ വളരെ വിരളം പേരാണ്. പിന്നെ ഞാൻ എന്റെ അറിവിലുള്ളതിൽ യെഡൂരപ്പ, കർണാടകയിലെ നേതാവ്, അദ്ദേഹം ഏതോ പോക്സോ കേസിൽ മുൻ ഒരു ജാമ്യം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതെല്ലാം റിമാൻഡ് കഴിഞ്ഞിട്ട് വിചാരണയും വിസ്താരണവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഷിജോൺ ജബരാജൻ അവസാനമായി പറഞ്ഞു ഉപസംഹരിക്കുന്നു. മേ ബി അടുത്ത ദിവസം വിചാരണയിൽ വിസ്താരണ സമയത്ത് താങ്കളെ അറസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ താങ്കളോട് വ്യക്തിപരമായി ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. മനസ്സ് തകരരുത്. ചിലപ്പോൾ താങ്കൾ ചെയ്തായിരിക്കാം, ചെയ്തില്ലായിരിക്കാം. ഈ 3 ആരോപണങ്ങൾ, അമ്മ പറഞ്ഞതും അമ്മാച്ചൻ പറഞ്ഞതും അസിസ്റ്റന്റൊക്കെ പറഞ്ഞതും ഇപ്പൊ നിയമങ്ങൾ എടുത്തതും വളച്ചൊടിച്ചതും, ഞാൻ വിശ്വസിക്കുന്നു കുടുംബത്തിനകത്ത് നടന്ന, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കുടുംബത്തിനകത്ത് നടന്ന ഒരു സ്വകാര്യ വിഷയം, അത് അതിനെ പുറത്തു കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കുരുക്കാൻ നോക്കിയാൽ നടക്കാതെ വന്നത് കൊണ്ട് ഈ ഒരു വിഷയം എന്ന നോൺ ബൈലബിൾ സെക്ഷൻ ആസൂത്രിതമായി ഏതോ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ബലൂണൊക്കെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിച്ച ഒരു കളിവിളയാട്ടിന്റെ ഇടയിൽ വെച്ച് നടന്ന, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടന്ന ഒരു സൗഹൃദ പ്രകടനത്തെ ഈ തരത്തിൽ വളച്ചൊടിച്ച് ആരോപണം നടത്തിയിരിക്കുന്നു. എന്തായിരുന്നു ആരോപണ വിധേയനാണ്, നോൺ ബൈലബിൾ സെക്ഷനാണ്, ഹാജരാകുക, അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ, ഇതേ പ്രാഗൽഭ്യത്തോടും മുഖപ്രസന്നതയോടും കൂടെ അറസ്റ്റ് വരിക. ഈ ചിലപ്പോൾ താങ്കൾ നിരപരാധിയായിരിക്കാം. ഇപ്പോൾ ഇന്ന് ലോകം മൊത്തം താങ്കൾ ഒരു പോക്സോക്കാരനായിട്ട് പറയുന്നു. എല്ലാം കഴിഞ്ഞ്, വിധിയെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നിരപരാധി എന്ന് തെളിയുമ്പോൾ ന്യൂസ് പേപ്പറിന്റെ ഒരു കോളത്തിൽ പോലും താങ്കളുടെ പേര് വരില്ല. അതുകൊണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു വേദനയും കുറയാതിരുന്നിട്ടില്ല.